ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചീസ് ദോശയാണോ പിസ്സ ദോശയാണോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതുപോലത്തെ അടിപൊളി ദോശയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ചീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിസ്സ എടുക്കുമ്പോൾ വലിഞ്ഞു വരുന്ന പോലെ അതുപോലെ തന്നെ വലിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. നമുക്ക് ചീസ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, സവാള, കുക്കുംബർ, മല്ലിയില, പനീർ, അതുപോലെ മൊസറല്ല ചീസ് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും. അതുപോലെ തന്നെ പനീറിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് ഹെർബാണ് എടുത്തിരിക്കുന്നത്. ഇതിടുമ്പോൾ നമുക്ക് ഒരു പിസ്സയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് അതെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൺ ഫുഡ്സിൻ്റെ പിസ്സ ടോപ്പിംഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല, പിസ്സ ടോപ്പിംഗ് എടുക്കുകയാണ് നല്ലത്. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് വേണം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദോശമാവ് ഒഴിക്കാം. അത്യാവശ്യം കനം കുറച്ച് തന്നെ ദോശമാവ് പരത്താൻ ശ്രമിക്കുക. നന്നായി പരത്തിയതിന് ശേഷം അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ദോശ ഒന്ന് വലിഞ്ഞതിന് ശേഷം വേണം നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിതിലേക്ക് കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം ചൂട് കുറച്ച് വയ്ക്കുക. അതിൻ്റെ ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കണം. അതിനുശേഷം പിസ്സ ടോപ്പിംഗ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്യണം. ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് ഓർഡർ വൈസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചീസ് വയ്ക്കണം. പിന്നെ മൊസറല്ല ചീസ് വയ്ക്കുമ്പോൾ നമുക്ക് പിസ്സയുടെ ആ ഒരു സ്ട്രക്ചർ കിട്ടും. അതിങ്ങനെ വലിഞ്ഞു വരും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ ബ്രെഡിൽ വയ്ക്കുന്ന സ്ലൈസ് ആയിട്ടുള്ള ചീസ് വയ്ക്കുന്നതാണ്. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ അത് മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ, കുക്കുംബർ അങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നിന്ന് ലിക്വിഡ് വരുന്നത് കൊണ്ട് തന്നെ അത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ മിക്സഡ് ഹെർബും തൂവിയിടണം. ചില്ലി ഫ്ലേക്സ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മാക്സിമം പച്ചമുളക് അവോയ്ഡ് ചെയ്യുക. അതുപോലെ മിക്സഡ് ഹെർബ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് ആരും ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. അല്ലാതെ തന്നെ ഉണ്ടാക്കിയാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇനി കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾ അപ്പോൾ പിസ്സയൊക്കെ പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യം തന്നെ മറക്കും. അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. കുറച്ചൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ദോശ എടുക്കാം. ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അവസാനം മാത്രമേ ഫ്ലെയിം കൂട്ടിയിടാൻ പാടുള്ളൂ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണ്. ഇത് കഴിക്കാനായിട്ട് വേറെ ചമ്മന്തിയൊന്നും ആവശ്യമില്ല. വെജിറ്റബിൾസൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അവർ കഴിച്ചോളും. ഒറ്റ വെജിറ്റബിളും അതിൽ നിന്ന് എടുത്ത് കളയുകയില്ല. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കഴിക്കാൻ നല്ല അടിപൊളി ദോശയാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. Thank you for watching.